കയ്യിൽ എത്ര പണം വന്നാലും ഒന്നിനും തികയുന്നില്ലേ? മാസം തുടങ്ങുമ്പോൾ അക്കൗണ്ടിൽ വരുന്ന പണം മാസം തീരുന്നതിന് മുൻപേ എങ്ങോട്ടോ അപ്രത്യക്ഷമാവുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഒരു രൂപ പോലും മാറ്റിവെക്കാൻ കഴിയുന്നില്ലെന്ന് വിഷമിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ ജപ്പാൻകാരുടെ മണി മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ജപ്പാൻകാർ വിശ്വസിക്കുന്നത് കൂടുതൽ പണം സമ്പാദിച്ചാൽ മാത്രമാണ് നല്ല ജീവിതം ലഭിക്കുക എന്നല്ല, മറിച്ച് പണം എങ്ങനെ ചെലവാക്കുന്നു എന്നതാണ് ജീവിതത്തിന്റെ ഗുണനിലവാരം തീരുമാനിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് അവർ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി സാമ്പത്തിക സമ്മർദ്ദം കുറച്ച് വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്നത്. അതുതന്നെയല്ലേ നിങ്ങളും ആഗ്രഹിക്കുന്നത്? എങ്കിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ മനോഹരമായ ജീവിതം നയിക്കാൻ ജാപ്പനീസുകാരെ സഹായിക്കുന്ന ആ 8 അത്ഭുതകരമായ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? വെൽക്കം ടു ഫെയറി ലൈഫ് സ്റ്റൈൽ, എ ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റാർട്ട്സ് ഹിയർ. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജപ്പാൻകാർക്ക് കാക്കിബോ എന്നൊരു ശീലമുണ്ട്. 1904 ജപ്പാനിൽ ആരംഭിച്ച ഒരു സിമ്പിളായിട്ടുള്ള മണി മാനേജ്മെന്റ് രീതിയാണത്. ഇതിൻ്റെ അർത്ഥം ഓരോ ദിവസവും തങ്ങൾ എത്ര രൂപ സമ്പാദിച്ചു, എവിടെയാണ് ചിലവായത്, അതിൽ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് എത്ര, ഒഴിവാക്കാമായിരുന്ന ചിലവെത്ര എന്നൊക്കെ എഴുതി വെക്കുക എന്നതാണ്. നമ്മളിൽ പലരും പണം എവിടെയാണ് തീർന്നു പോകുന്നതെന്ന് പോലും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഓരോ ചെലവും എഴുതാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയും: നമ്മുടെ പണം വലിയ കാര്യങ്ങളെക്കാൾ ചെറിയ ചെറിയ അനാവശ്യ ചെലവുകളിലൂടെയാണ് കൂടുതലും പണം നഷ്ടപ്പെടുന്നത് എന്ന്. അതുകൊണ്ടാണ് ജാപ്പനീസുകാർ പറയുന്നത്, നിങ്ങൾക്ക് പണം നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ചെലവുകളെ അറിയണം. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. വെറും ഒരു മാസം ഇങ്ങനെ ചെലവാകുന്ന കണക്കുകൾ രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ ചിലവാക്കുന്ന രീതിയിൽ തന്നെ വളരെ വലിയ മാറ്റം വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആവശ്യമുള്ളത് മാത്രം വാങ്ങുക. ജാപ്പനീസുകാർ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുൻപ് സ്വയം ചോദിക്കുന്ന ചെറിയൊരു ചോദ്യമുണ്ട്: ഇത് ശരിക്കും എനിക്ക് ആവശ്യമാണോ, അതോ ഒരു നിമിഷത്തെ ആഗ്രഹം മാത്രമാണോ? ഈ ഒരു ചോദ്യം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. നമ്മളിൽ പലരും ഒരു ഓഫർ കണ്ടാലോ, സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടാലോ, അല്ലെങ്കിൽ ഒരു നിമിഷം ഇഷ്ടപ്പെട്ടാലോ ഉടനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട്. എന്നാൽ ജാപ്പനീസുകാർ അങ്ങനെയല്ല ചെയ്യുന്നത്. അവർ ഒരു സാധനം വാങ്ങുന്നതിന് അതിന് യഥാർത്ഥത്തിൽ ഉപയോഗമുണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ്. അതുകൊണ്ട് അവരുടെ വീടുകളിൽ അനാവശ്യമായ സാധനങ്ങൾ കുന്നുകൂടാറില്ല. അതോടൊപ്പം അനാവശ്യമായ ചിലവുകളും സ്വാഭാവികമായിട്ട് കുറയുന്നു. ഓർക്കുക, കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതല്ല സമ്പത്ത്, മറിച്ച് ആവശ്യമുള്ളത് മാത്രം വാങ്ങാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ സാമ്പത്തിക അച്ചടക്കം. ഇനി മൂന്നാമത്തെ അവരുടെ ശീലമെന്ന് പറയുന്നത് ഉള്ള സാധനങ്ങളെ നന്നായി പരിപാലിക്കുക എന്നുള്ളതാണ്. അവർ പുതിയ സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ ഇപ്പോൾ കയ്യിലുള്ള സാധനങ്ങൾ നന്നായി സൂക്ഷിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഒരു വസ്ത്രമാകട്ടെ, ഒരു ബാഗ് ആകട്ടെ, ഒരു ഫർണിച്ചർ ആകട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ ചെറിയ സാധനങ്ങൾ എന്തുമാകട്ടെ, അവ വൃത്തിയായി സൂക്ഷിക്കുകയും കേടായാൽ കഴിയുന്നത്ര റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യും. കാരണം ഒരു സാധനം കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത്രയും കാലം പുതിയതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് അവർക്കറിയാം. നമ്മൾ പലപ്പോഴും ചെറിയൊരു കേടുപാട് എന്തെങ്കിലും സാധനങ്ങൾക്ക് ഉണ്ടായാൽ പോലും അത് മാറ്റി പുതുതായി ഒന്ന് വാങ്ങാൻ ചിന്തിക്കും. പക്ഷേ ജാപ്പനീസുകാർ ആദ്യം ചോദിക്കുന്നത് ഇത് റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് തന്നെ അവരുടെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കുറയുന്നു. അതോടൊപ്പം അവർ വാങ്ങുന്ന ഓരോ സാധനത്തിനും കൂടുതൽ വാല്യൂ ലഭിക്കുകയും ചെയ്യുന്നു. ഇനി നാലാമത്തെ കാര്യം ജാപ്പനീസ് സംസ്കാരത്തിലെ ഏറ്റവും മനോഹരമായ ഒരാശയമാണ് വാബി സാബി. അതിൻ്റെ അർത്ഥം എല്ലാ അപൂർണതകളിലും ഒരു സൗന്ദര്യമുണ്ട് എന്നതാണ്. വളരെ മനോഹരമായ ഒരു ആശയമാണത്. ഈ ഒരു ചിന്ത അവരുടെ പണം ചിലവാക്കുന്ന രീതിയിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു കസേരയ്ക്ക് ചെറിയൊരു പോറലോ, ഒരു ടേബിളിന് ചെറിയൊരു പൊട്ടലോ, അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിന് ചെറിയൊരു നിറം മാറ്റമോ വന്നാൽ അവർ അത് ഉടനെ മാറ്റി പുതിയതൊന്ന് വാങ്ങാൻ ശ്രമിക്കില്ല. കാരണം ചെറിയ അപൂർണതകൾ കൊണ്ട് ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ മൂല്യം നഷ്ടപ്പെടുന്നില്ലെന്നാണ് അവരുടെ വിശ്വാസം. നമ്മളിൽ പലരും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കുറവുകൾ കണ്ടാൽ പോലും പുതിയ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. പക്ഷേ വാബി സാബി നമ്മെ പഠിപ്പിക്കുന്നത് അപൂർണതകളെ അംഗീകരിക്കാൻ പഠിച്ചാൽ അനാവശ്യ ചിലവുകൾ കുറയുക മാത്രമല്ല, ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തിയും ലഭിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ സന്തോഷം പുതിയ സാധനങ്ങൾ വാങ്ങുന്നതിലല്ല, ഇതിനകം ഉള്ളതിനെ സ്നേഹിക്കാൻ പഠിക്കുന്നതിലാണ്. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ജാപ്പനീസുകാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രശസ്തമായ ആശയങ്ങളിലൊന്നാണ് ഇക്കിഗൈ. സിമ്പിളായി പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണം കണ്ടെത്തുക എന്നതാണ് ഇക്കിഗൈ. അത് വലിയൊരു ലക്ഷ്യമാകണമെന്നില്ല. ഇഷ്ടപ്പെട്ട ഒരു ജോലി,
ഒരു ഹോബി, കുടുംബത്തോടൊപ്പം സമയം ചിലവിടുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത്, ജീവിതത്തിന് അർത്ഥം നൽകുന്ന എന്തും നിങ്ങളുടെ ഇക്കിഗൈയാകാം. ഇതിന് പണം ലാഭിക്കുന്നതുമായി എന്താണ് ബന്ധമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും ലക്ഷ്യവും കണ്ടെത്തിയ ആളുകൾക്ക് സന്തോഷം നേടാൻ അനാവശ്യമായ ഷോപ്പിങ്ങിനെയോ വില കൂടിയ സാധനങ്ങളെയോ ആശ്രയിക്കേണ്ടി വരാറില്ല. അവർ സന്തോഷം കണ്ടെത്തുന്നത് അനുഭവങ്ങളിലും ബന്ധങ്ങളിലും ജീവിതത്തിന്റെ അർത്ഥത്തിലുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചിലവുകളും കൂടുതൽ ബോധപൂർവമാകുന്നു. അതായത് ഇക്കിഗൈ അവരെ കൂടുതൽ സമ്പാദിക്കാൻ മാത്രമല്ല, സമ്പാദിച്ച പണം കൂടുതൽ അർത്ഥവത്തായി ഉപയോഗിക്കാനും പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആറാമത്തെ കാര്യമെന്ന് പറയുന്നത്, ജപ്പാൻകാർ വളരെയധികം വിലമതിക്കുന്ന മറ്റൊരു ശീലമാണ് പ്രകൃതിയോട് ചേർന്ന് സമയം ചിലവഴിക്കുന്നത്. പാർക്കിലൂടെ നടക്കുക, പൂക്കൾ കാണുക, മരങ്ങളുടെ തണലിൽ കുറച്ചു നേരം ഇരിക്കുക, കടൽ തീരത്ത് സൂര്യാസ്തമയം ആസ്വദിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളിൽ പോലും അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. കാരണം സന്തോഷം എപ്പോഴും പണം ചെലവഴിച്ചാൽ മാത്രമേ ലഭിക്കൂ എന്ന് അവർ വിശ്വസിക്കുന്നില്ല. നമ്മളിൽ പലരും മനസ്സ് സന്തോഷിപ്പിക്കാൻ ഷോപ്പിങ്ങിനോ മോളുകളിലോ ഒക്കെ പോകാറുണ്ട്. പക്ഷേ ജപ്പാൻകാർക്കറിയാം പ്രകൃതി നൽകുന്ന സമാധാനവും സന്തോഷവും പലപ്പോഴും പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവർ അനാവശ്യമായി പണം ചെലവാക്കി സന്തോഷം തേടുന്നതിന് പകരം പ്രകൃതിയോട് കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ഈ ഒരു ശീലം അവരുടെ ചെലവുകൾ കുറയ്ക്കുക മാത്രമല്ല, മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ജീവിതം കൂടുതൽ ബാലൻസോടെ മുൻപോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം, ജാപ്പനീസുകാർ പിന്തുടരുന്ന മറ്റൊരു മനോഹരമായ ജീവിതശൈലിയാണ് ലിവിങ് വിത്ത് ഇൻറ്റൻറ്റ്. അതായത് ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി ഓരോ കാര്യവും ബോധപൂർവം ചെയ്യുക. അവർ ജീവിതത്തിൽ ഒന്നും വെറുതെ ചെയ്യാറില്ല. എന്തെങ്കിലും വാങ്ങണമെങ്കിലും, സമയം ചിലവഴിക്കണമെങ്കിലും, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിലും ആദ്യം അവർ സ്വയം ഒരു ചോദ്യം ചോദിക്കും: ഇതെൻ്റെ ജീവിതത്തിന് ശരിക്കും ആവശ്യമായ കാര്യമാണോ? ഈ ഒരു ചോദ്യമാണ് അവരുടെ പല അനാവശ്യമായ ചെലവുകളും ഒഴിവാക്കുന്നത്. നമ്മളിൽ പലരും ശീലത്തിൻ്റെ പേരിലോ മറ്റുള്ളവരെ കണ്ടോ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൻ്റെ തോന്നലിലോ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ജാപ്പനീസുകാർ ഓരോ തീരുമാനവും ഒരു ലക്ഷ്യത്തോടെ എടുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അവരുടെ പണം മാത്രമല്ല, സമയവും ഊർജവും പാഴാകാറില്ല. ഓർക്കുക, നല്ല ജീവിതം എന്നത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ഓരോ കാര്യവും ശരിയായ കാരണത്തിന് വേണ്ടി ചെയ്യുന്നതിലാണ്. അതാണ് ലിവിങ് വിത്ത് ഇൻറ്റൻറ്റ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, ജപ്പാൻകാർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സ്പേസ് ഈസ് ലിമിറ്റഡ്. അതായത് വീട്ടിലെ സ്ഥലം പോലും ഒരു വാല്യുബിൾ റിസോഴ്സ് ആണ്. അതുകൊണ്ട് അവർ എന്തെങ്കിലും വാങ്ങുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കും: ഈ സാധനത്തിന് എൻ്റെ വീട്ടിൽ ശരിക്കും ഒരു ആവശ്യമുണ്ടോ? ഉത്തരം ഇല്ലെങ്കിൽ അത് എത്ര ആകർഷകമായാലും അവർ വാങ്ങാറില്ല. കാരണം ഒരു പുതിയ സാധനം വാങ്ങുന്നത് പണം ചെലവാക്കുന്നത് മാത്രമല്ല, വീട്ടിലെ വിലപ്പെട്ട സ്ഥലവും നഷ്ടപ്പെടുത്തുന്നതാണ്. ഈ ഒരു ശീലം അവരെ ഓരോ വാങ്ങലിനെ കുറിച്ചും 2 തവണ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി അനാവശ്യ ഷോപ്പിംഗ് കുറയുന്നു, പണം ലാഭിക്കപ്പെടുന്നു. ജാപ്പനീസുകാർ വിശ്വസിക്കുന്നത് ഒരു വീടിൻ്റെ മൂല്യം അതിൽ എത്ര സാധനങ്ങൾ ഉണ്ട് എന്നതിലല്ല, എത്ര ബോധപൂർവമായാണ് ഓരോ സാധനവും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നതിലാണ്. ഇനി മറ്റൊരു കാര്യം, ജപ്പാൻകാരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു കാര്യമുണ്ട്: ഫൈൻഡ് ജോയ് ഇൻ സിമ്പിൾ തിങ്സ്. അതായത് ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുക. ഒരു കപ്പ് ചായ ശാന്തമായി കുടിക്കുന്നത്, കുടുംബത്തോടൊപ്പം കുറച്ചു നേരം സംസാരിക്കുന്നത്, മഴ കാണുന്നത്, രാവിലെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കുന്നത്, ഇങ്ങനെയുള്ള ലളിതമായ നിമിഷങ്ങളിലാണ് അവർ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷം ലഭിക്കാൻ അവർക്ക് എപ്പോഴും പുതിയ സാധനങ്ങൾ വാങ്ങുകയോ കൂടുതൽ പണം ചിലവാക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിൽ പലരും സന്തോഷം വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ജാപ്പനീസുകാർ സന്തോഷം അനുഭവിക്കാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അനാവശ്യമായ ചിലവുകൾ കുറയുന്നതും മനസ്സിൽ കൂടുതൽ സംതൃപ്തി നിറയുന്നതും. ഓർക്കുക, നല്ല ജീവിതം എന്നത് കൂടുതൽ പണം ചെലവഴിക്കുന്നതിലല്ല, നമ്മുടെ കൈവശമുള്ള ചെറിയ സന്തോഷങ്ങളെ തിരിച്ചറിയാൻ പഠിക്കുന്നതിലാണ്. അതാണ് ജപ്പാൻകാർ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ജീവിത പാഠം. ഈ 8 ശീലങ്ങളും കേട്ടപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും: നല്ല ജീവിതം എന്നത് എത്ര പണം സമ്പാദിക്കുന്നു എന്നതുകൊണ്ട് മാത്രം തീരുമാനിക്കപ്പെടുന്ന ഒന്നല്ല. ആ പണം എത്ര ബോധപൂർവം ചെലവഴിക്കുന്നു, ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ എത്ര വിലമതിക്കുന്നു എന്നതാണ് യഥാർത്ഥ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നാളെ മുതൽ ഈ 8 ശീലങ്ങളും ഒരുമിച്ച് മാറ്റാൻ ശ്രമിക്കേണ്ട, ഒരു ശീലം മാത്രം തിരഞ്ഞെടുക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പിന്നെ അടുത്തത്, ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വലിയ ജീവിത മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നത്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക,
കുറച്ച് പണം മതിയാകും, പക്ഷേ നല്ലൊരു ജീവിതം നയിക്കാൻ ശരിയായ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. സോ ജീവിതത്തെ കുറച്ചുകൂടി മനോഹരമാക്കുന്ന ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫെയറി ലൈഫ് സ്റ്റൈൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.